മൂന്നാറുകാർക്കും പങ്കുവയ്ക്കാനുണ്ട് ഭാരതി രാജയുടെ ഓർമ്മകൾ. ഇടുക്കിയുടെ തമിഴ്നാടൻ അതിർത്തി ജില്ലയായ തേനിക്കാരനായ അനുഗ്രഹീത കലാകാരന് ഇടുക്കിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. തേനിയുടെ കാർഷിക ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിച്ച് വളർന്ന ഭാരതിരാജയ്ക്ക് എന്നും മൂന്നാറിന്റെ സൗന്ദര്യത്തോടും പ്രിയമായിരുന്നു. 2006 മൂന്നാർ മേളയുടെ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായെത്തിയപ്പോൾ ഒരു നാട് മുഴുവൻ ചേർന്നാണ് ഭാരതിരാജ എന്ന തേനിയുടെ ചിന്നസ്വാമിയെ വരവേറ്റത്. അന്നത്തെ ദേവികുളം MLA ആയ AK മണി ആ നിമിഷങ്ങൾ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം അല്ലാതെ സങ്കടം തന്നെയാണ്. ഇത് എഴുത്താൻ ഇനി തമിഴ്നാട്ടിൽ ഒരാളുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ പറയണം. നമുക്ക് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് വളരെ വേദനിക്കുന്നു. പിന്നെ അദ്ദേഹം ജന്മം കൊണ്ടത് നമ്മുടെ ദേവികുളം നിയോജകമണ്ഡലത്തിൻ്റെ തൊട്ടുപാടലിലെ തേനി ജില്ലയിലാണ് അദ്ദേഹം ജന്മം കൊണ്ടത്. അതുകൊണ്ട് മൂന്നാറിനോട് പുള്ളിക്ക് എപ്പോഴും പ്രത്യേക ഒരു താല്പര്യമുണ്ട്. 2006 ഇവിടെ വന്നിരുന്നു. 2006 ഇവിടെ വന്നിരുന്നു. മേള ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഞങ്ങളോട് എല്ലാവരും കൂട്ടോടെ ഈ പ്രകൃതി കണ്ട് വളരെ ആസ്വദിച്ചുകൊണ്ട് ഇത്രയും നല്ല പ്രകൃതി എവിടെ ഇല്ല എന്നുള്ള പുള്ളിയുടെ പുറമെ പ്രകൃതി ഇല്ല എന്നുള്ളത് ഞങ്ങളോട് പറയുകയും ഞങ്ങളോട് തന്നെ ഒപ്പം വണ്ടി കയറാതെ നടന്നു വരികയും ചെയ്ത ആ ഓർമ്മകൾ ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. വാഹനത്തിൽ കയറാതെ മഴ നനഞ്ഞ് മൂന്നാർ കാഴ്ചകൾ ആസ്വദിച്ചായിരുന്നു ഭാരതിരാജയുടെ നടത്തം. പ്രസംഗത്തിൽ മൂന്നാറിന്റെ സൗന്ദര്യത്തെ പുകഴ്ത്തി. അതുവരെ മൂന്നാറിലെത്താൻ സാധിക്കാതിരുന്നതിന്റെ ദുഃഖം പങ്കുവച്ചു. നാട്ടുകാർ നിലയ്ക്കാത്ത കൈയടികളോടെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ എതിരേറ്റത്. മൂന്നാറിന്റെ പ്രകൃതിയെപ്പറ്റിയും മൂന്നാറിന്റെ സാംസ്കാരിക നിലവാരത്തെപ്പറ്റിയെല്ലാം അദ്ദേഹം വളരെ പ്രശംസനീയമായ പ്രസംഗമാണ് ആ സമയത്ത് നടത്തിയത്. ടാറ്റയുടെ സ്പോർട്സ് ഗ്രൗണ്ടിലായിരുന്നു ഈ പരിപാടി. ആ സ്പോർട്സ് ഗ്രൗണ്ട് നിറയെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ, തൊഴിലാളികൾ കൂടിയിരുന്നു. അദ്ദേഹം അന്ന് ഇവിടെ വന്നപ്പം മൂന്നാർ കണ്ടതിൽ ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് അന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത്. അദ്ദേഹം മൂന്നാർ ടൗണിൽ നിന്ന് തന്നെ ഈ സാംസ്കാരിക ഘോഷയാത്രയുടെ മുമ്പിൽ പഴയ മൂന്നാറിലേക്ക് 2 കിലോമീറ്ററോളം നടന്നാണ് വന്നത്. തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായ മഴയുണ്ടായി. പക്ഷേ അദ്ദേഹം ആ മഴ പോലും വകവയ്ക്കാതെ ആണ് അവിടെ വന്ന് ഈ ഉദ്ഘാടനം നിർവഹിച്ചത്. 2006 മൂന്നാർ മേളയ്ക്ക് ശേഷം പലതവണ ഭാരതിരാജ മൂന്നാർ കാഴ്ചകൾ ആസ്വദിക്കാൻ ബോഡിമെട്ട് ചുരം കടന്നെത്തിയിരുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.